പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഇന്നലെ ആ CCL കളിക്കാൻ പോയതാണ്. ഞാൻ അവിടെ കിടന്ന് മരിച്ച് ഫീൽ ചെയ്ത് ഇവിടെ കണ്ടില്ല. ഞാൻ ആ പ്രാച്ചി തേലാന്റെ കൂടെ നിൽക്കുന്ന ഈ വീഡിയോ അത് മാത്രം കട്ട് ചെയ്ത് എനിക്ക് അയച്ചു തന്നിട്ട് എന്തോ ഉദ്ദേശമൊന്നും സംശയിക്കത്തക്ക പലതരം സാഹചര്യങ്ങളും ഞാൻ തന്നെ കണ്ടിട്ടുണ്ട്. വിടത്തില്ല ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ. ഇപ്പൊ ഭാര്യ ചോദിച്ചാൽ ഒരു തെറ്റുമില്ല. കാര്യം എന്നാന്ന് വെച്ചാ പെട്ടെന്ന് നിൽക്കുമ്പോ ഒരു ഭാര്യക്ക് തോന്നാവുന്ന ഒരു കാര്യമാ. അത് തന്നെ തെറ്റണ. നീ ഇതിന് കൂട്ടിക്കൊന്നും ഞാൻ കരുതിയില്ല. ഒരു ഭാര്യക്ക് തോന്നാവുന്ന ഒരു കാര്യമാ. അത് തന്നെ തെറ്റണ. എന്നാ ഉദ്ദേശം എന്റെ അടുക്കള വന്നിട്ട് എന്നോട് എണീക്കാനോ? പക്ഷെ ഞാൻ സപ്പോർട്ട് ചെയ്യും. ഉള്ള കാര്യം ഞാൻ പറയാലോ. എന്നെ വിശ്വാസമില്ലല്ലേ? ഏട്ടന് ഒരു സ്റ്റേജിൽ കയറിയിട്ട് ഒന്ന് വർത്താനം പറയാൻ പറഞ്ഞ ഏട്ടന് കൈകാലം വിറയ്ക്കും. അന്നേരം ഡയറക്ടേഴ്സ് മിണ്ടാറില്ല. പണി അറിഞ്ഞുകൂടാത്ത സംവിധായകന്മാരെ മിണ്ടും. എന്നെയൊക്കെ കണ്ടിട്ടില്ല. ബുദ്ധിയുള്ളവരെ കൂടുതൽ മിണ്ടില്ല. ഈ നാട്ടിൽ എന്നെ കുനിച്ചിരുത്തിയിരിക്കാൻ താൻ മാത്രമേ ബാക്കി ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പൊ അതുമായി. അതിന്റെ കൂടെ ഇടയ്ക്ക് രാഷ്ട്രീയത്തിൽ കയറി ഒന്ന് കൈവച്ചല്ലോ. അത് ഇടയ്ക്കല്ല, അത് എപ്പോഴും ഉണ്ട്. ഇപ്പോഴും എന്നെ ഒരുപാട് ഏതിലേ ഉറക്കുന്നേ? അതെന്താന്ന് വെച്ചാല് ഇത് പറയുമ്പോ എന്നെ ആൾക്കാർ കളിയാക്കി. ഈ പല മേഖലയിൽ ദൈവം ആർക്കും കഴിവ് കൊടുക്കരുത്. ഷാജിയേട്ടാ, നിങ്ങൾ ഇത്ര വലിയ ആളാന്ന് അറിഞ്ഞില്ലായിരുന്നു കേട്ടോ. നമ്മൾ തികഞ്ഞു. ഞാൻ പണ്ടേ പറയുമായിരുന്നേ, ഒറ്റ കഴിവേ കൊടുക്കാവൂ. അതിലാകുമ്പോ നമുക്ക് ഒരു പ്രശ്നമല്ല. ബാക്കി ഇപ്പുറത്ത് മണ്ടരാന്ന് പറഞ്ഞാലും ഇതിൽ പിടിച്ചു നിൽക്കാൻ പറ്റും. നിങ്ങൾ എന്ത് വെറുപ്പിക്കലാണ്, ഭയങ്കര വീട്ടിലാണല്ലോ നിങ്ങള്. എവിടെ പോയാലും ഞാൻ അവിടെ പിടിച്ചു നിൽക്കും. അതിനുള്ള എല്ലാ പരിപാടിയും അറിയാം. അത് രാഷ്ട്രീയ ആയാലും സിനിമ ആയാലും സ്പോർട്സ് ആയാലും ഇതിലൊക്കെ പിടിച്ചു നിൽക്കും. വണ്ടി തള്ളാൻ വേറൊരു തന്റെ സഹായം വേണ്ട, ഞാൻ മാത്രം മതി. സിംഹത്തിന്റെയും സിംഹിണികളുടെയും വീഡിയോ കണ്ടിട്ടില്ലേ? ഈ സിംഹിണികൾ സിംഹത്തെ ഇങ്ങനെ അടിച്ചമർത്തിക്കൊണ്ടേയിരിക്കും. സിംഹത്തിന് പുറത്തേ ഉള്ളൂ പുറത്തേ അകത്തല്ല, നമുക്ക് അനുവാദം ഇല്ല. ഞാനിങ്ങനെ മര്യാദക്ക് ഇരിക്കണമെന്നുള്ളൂ. ഏട്ടാ ഞാൻ അറിയാമോ? അഖിൽ ഒരിക്കലും ഒന്നിനെ പറ്റിയും ബോധേഡല്ല. ഫോർ എക്സാമ്പിൾ ഇപ്പൊ സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ വേറൊരാളെ കുറിച്ച് എന്തെങ്കിലും പറഞ്ഞാൽ അയാളുടെ തെറ്റോ ശരിയോ വോട്ടെവർ മേ ബി. പക്ഷെ അഖിലിനെ സംബന്ധിച്ച് അങ്ങനെ ഒരു ഫീലിംഗേ ഇല്ല. തന്റെ ഇടം എങ്ങനെയാ കുഞ്ഞുനാൾ മുതലാണ് ചട്ടമ്പിയായി ജനിച്ചു പോയില്ലേ, ഓടാൻ പറ്റുമോ? കൃഷ്ണൻ ഗീതയെ പറഞ്ഞിട്ടില്ലേ, കർമ്മണ്യവാദികാരസ്യ മാ ഫലേഷു കഥാചന എന്നല്ലേ പറഞ്ഞേക്കുന്നത്. അപ്പം ഇതെല്ലാം നമ്മുടെ കർമ്മത്തിന്റെ, ഇതെല്ലാം ഒരു കർമ്മമാണ്. പണ്ഡിതനാണെന്ന് തോന്നുന്നു. അർത്ഥം പറഞ്ഞു കേട്ടില്ലേ? ഞാൻ ഒരിക്കലും പറഞ്ഞിട്ടില്ല പൈസ ഉണ്ടാക്കണം അല്ലെങ്കിൽ എനിക്ക് ഇന്ന ആവശ്യമുണ്ട്, എനിക്ക് അത് വേണം ഇത് വേണം എന്നൊന്നും പറഞ്ഞിട്ടില്ല. എനിക്ക് എന്റെ അന്തസ്സും മാനവും നഷ്ടപ്പെടുത്തരുത്. എന്റെ അണ്ണം കാരണം തല ഒന്നിച്ച് നടക്കേണ്ടി വരരുത്. 100% ഗ്യാരണ്ടി എപ്പോഴും ഉണ്ടാവും.